ഹായ് ഹലോ. ഇനി വരാൻ പോകുന്ന നല്ലൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ശ്രുതി രേഷ്മയുമായി സംസാരിച്ചിരിക്കുകയാണ്. ആ സംസാരത്തിനിടയിൽ നമ്മുടെ ദാസു വരികയാണ്. ദാസു വന്നിട്ട് ശ്രുതിയോട് കുറച്ച് പണം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേറൊരു കല്യാണം കഴിക്കാനാണെന്ന് ദാസു പറയാണ്. അപ്പോൾ ശ്രുതി സമ്മതിക്കുന്നില്ല. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ ദാസ് ഇടയ്ക്കിടയ്ക്ക് ശ്രുതിയെ കല്യാണി കല്യാണി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ കല്യാണി എന്ന് വിളിക്കുമ്പോൾ എന്നിട്ട് പറയാണ്, നീ എൻ്റെ ഭാര്യയായിരുന്നെന്നും അതിലൊരു കുട്ടിയുണ്ടെന്നും ഞാൻ നിൻ്റെ ഭർത്താവിനോട് പറയുമെന്ന് ദാസ് പറയുകയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആളുടെ കാല് പിടിച്ച് പറയാണ്, നീ പുറത്തൊന്നും പറയരുത് എന്നൊക്കെ പറയാണ്. അപ്പോൾ ദാസ് പറയാണ്, ഞാൻ നാളെ വരാം, നാളെ വന്ന് പാർലറിൽ വന്നിട്ട് അപ്പോൾ കാണാം, എനിക്ക് പണം തരണം എന്നൊക്കെ പറയാണ്. ശ്രുതിയാണെങ്കിൽ സുധിൻ്റെ അടുത്ത് വന്നിട്ട് എങ്ങനെയെങ്കിലും 1,00,000 രൂപ എങ്ങനെയും കൈക്കലാക്കണമല്ലോ. അപ്പോൾ ശ്രുതിയുടെ എങ്ങനെയും മനസ്സ് മാറ്റി പലിശക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അത് നല്ലൊരു ബിസിനസ്സാണ്, ആദ്യത്തെ ഒരു ബിസിനസ് എൻ്റെ പേരിൽ തന്നെ ആയിക്കോട്ടെ, അത് ആദ്യത്തെ ആൾ ഞാൻ തന്നെ ആവാമെന്നൊക്കെ പറഞ്ഞ് ശ്രുതി പറഞ്ഞ് അവനെ ഓരോന്ന് പറഞ്ഞ് ധരിപ്പിക്കുകയാണ്. അങ്ങനെ അഡ്വാൻസ് 2,000 രൂപ കൊടുത്ത് 1,00,000 രൂപ ഏതായാലും ശ്രുതി കൈക്കലാക്കി. സച്ചിക്കാണെങ്കിൽ ശ്രുതിയുടെ അച്ഛൻ പണം അയച്ചതിൽ നല്ല സംശയമുണ്ട്. എങ്ങനെയാണ് ജയിലിൽ കിടക്കുന്ന അച്ഛൻ പണം അയച്ചത്, ഇടയച്ചൻ അവളെ പേരിൽ എങ്ങനെ അയച്ചു എന്നൊക്കെ പറഞ്ഞ് സുഹൃത്തുക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സച്ചിയുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയാണ്, സച്ചിയുടെ കൈയൊന്നും നോക്കട്ടെ, കൈ നോക്കിയിട്ട് ഞാൻ കാര്യം പറയാമെന്നൊക്കെ പറയാണ്. എന്നിട്ട് സച്ചിയോട് പറയണം, തനിക്ക് കിട്ടിയ തൻ്റെ ഭാര്യ നല്ലൊരു ദേവതയാണ്, നല്ല നല്ല ഭാഗ്യമുള്ള കുട്ടിയാണ്, നല്ല അതാണെന്നൊക്കെ പറയാണ്. അപ്പോൾ സച്ചി പറയണം, ഇതെങ്ങാനും അവൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തമാശ പറഞ്ഞിരിക്കുകയാണ്. പിന്നീട് രേവതി അമ്മയുടെ അടുത്ത് വരികയാണ്. അപ്പോൾ രേവതി വന്നപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര പനി. ഇനി അമ്മ ഇനി ജോലി ചെയ്യണ്ട, രേവതി പറയാണ്, ഇനി ഞാൻ പോകും, ഇനി ഞാൻ കിട്ടിക്കോളാം എന്നൊക്കെ പറയാണ്. അതിനിടയിൽ നമ്മുടെ രേവതിയുടെ അനിയൻ വന്നിട്ട് അവൻ്റെ കൂട്ടുകാരനായിട്ട് ആൻ്റണിയെ കണ്ടപ്പോൾ രേവതിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ്. ദേഷ്യം വന്നിട്ട് പറയണം, ഇവനുമായുള്ള കൂട്ടുകെട്ട് നീ നിർത്തണം, ഇനി ഇവനുമായിട്ട് ഒന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ രേവതി അവനോട് കയർത്ത് പറയുന്നുണ്ട്. എന്നിട്ട് ഈ ആൻ്റണി ആണെങ്കിൽ സച്ചിയെക്കുറിച്ച് സച്ചിയാണ് മുഴുകൂടിയനെ അതാണ് കുറേ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.